ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ പുതിയൊരു ചാപ്റ്ററാണ്, പുതിയൊരു മൊഡ്യൂളാണ് ഗ്രൂപ്പ് തിയറി. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് തിയറീനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ CSIR എക്സാമിന് ഞാൻ എഴുതിയ ഏത് എ ആണോ ബി ആണോ ഏത് സെറ്റാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതിൽ സി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് തിയറി എന്നായിരുന്നു എന്ന് മാത്രമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 4 മാർക്കിന് ചോദിച്ചത്. അതായത് ഒരുപാട് ആധികാരികമായിട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഗ്രൂപ്പ് തിയറി എങ്കിലും ഏറെക്കുറേയും അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിൽ പഠിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. പിന്നെ ഒരു ഇച്ചിരി വിഷ്വലൈസേഷൻ്റെ ആവശ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ ഗ്രൂപ്പ് തിയറീനെ ചില കുട്ടികൾക്കെങ്കിലും ഇഷ്ടമല്ലാതാക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമുക്ക് സിമ്പിളായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് തിയറി എന്നുള്ളത് അവോയ്ഡ് ചെയ്യാവുന്നൊരു ചാപ്റ്റർ അല്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് തിയറി എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ആ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ആ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് തിയറി ഒന്ന് മറിച്ച് നോക്കിയിട്ടുള്ളവർക്ക് പോലും എഴുതാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ആധികാരികമായി പഠിച്ചുകൊണ്ട് പോയ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നതെല്ലാം ടഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് തിയറി എന്നുള്ളൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നവരെന്ത് ചെയ്യുക, അതൊന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും കേട്ടോ, കാര്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗ്രൂപ്പ് തിയറീൻ്റെ ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ അതൊട്ട് പറയാണ്ട് പോകാനും പറ്റൂല. സ്റ്റിൽ കഴിവിൻ്റെ പരമാവധി ഞാനത് സ്പീഡിന് ഓടിച്ച് പറഞ്ഞു വിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക സിമട്രി ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സിമട്രി ഓപ്പറേഷൻ നമുക്കറിയുന്ന പോലെ നോർമലി ഒരു 4-5 എണ്ണം ഉണ്ട് അല്ലേ. സിമട്രി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മോളിക്കൂൾ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ട്, നമ്മളതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി, ആ മാറ്റം വരുത്തിയതിന് ശേഷവും നമ്മുടെ മോളിക്കൂൾ എങ്ങനെ തന്നെ ഇരിക്കുവാണ്, ഈ ആദ്യം കണ്ടതുപോലെ തന്നെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിമട്രി ഓപ്പറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിന് ആധികാരികമായ ഒരു ഡെഫിനിഷൻ അതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്റ്റിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ഞാൻ വായിച്ചു തരാം. സിമട്രി ഓപ്പറേഷൻ ഇസ് എ geometrical manipulation done on a body to get an equivalent configuration which is indistinguishable from the original though not necessarily identical with it. ഓക്കെ, ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാമിനാവുന്ന ചോദിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ നോർമലി നമ്മുടെ ഗ്രൂപ്പ് തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്ന സിമട്രി എലമെൻ്റ് ഒന്നാണ് എന്ത്, ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ സംഭവം എന്താ, അതായത് നമ്മുടെ മോളിക്കൂൾ അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം ഞാനൊരു എന്ത് ചെയ്തു, അതായത് നമ്മുടെ മോളിക്കൂളിന് നമ്മളൊന്നുമേ ചെയ്യുന്നില്ല, അതാണ് എന്താ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതിനെന്താ പറ്റുക, നോ ചേഞ്ച്, ഒരു ചേഞ്ചും പറ്റൂല. ഇനി അടുത്തത് സിഗ്മ പ്ലെയിൻ ഓഫ് സിമട്രി ആണ്. പ്ലെയിൻ ഓഫ് സിമട്രി എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു പ്ലെയിനെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കും. പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ട്രൈഗണൽ പ്ലിനാർ ഷേപ്പ് വരച്ചിട്ടില്ലേ, അതിനിപ്പോൾ ഞാനത് ഇവിടെ കൂടെ ഒരു പ്ലെയിൻ ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക, ഒരു സൈഡിൽ എൻ്റെ ഈ സെൻറ്റർ പോർഷൻ്റെ പകുതി കിട്ടും, പിന്നെ ഇപ്പുറ സൈഡും കിട്ടും. ഓക്കെ, ഇപ്പുറ സൈഡും കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ഇപ്പുറ സൈഡിൽ എന്താ കിട്ടുക, ഞാൻ ആ പ്ലെയിൻ കൺസിഡർ ചെയ്തതിൻ്റെ ബാക്കിയും കിട്ടും, പിന്നെ ബാക്കിയുള്ളത് ഇപ്പുറ സൈഡിൽ കിട്ടും. അങ്ങനെ എനിക്ക് ഇങ്ങനെ 2 പോർഷനായിട്ടാവും കിട്ടുക. ഈ ഒരു സംഗതിയുടെ നടുക്കൂടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ എൻ്റെ ഒരു ഭാഗം എനിക്ക് ഇങ്ങനെയും കിട്ടും, സെക്കൻഡ് ഭാഗം എനിക്ക് ഇങ്ങനെയും കിട്ടും. നിങ്ങൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് പോർഷൻ്റെ എക്സാക്റ്റ് ബാക്കിയാണ് ആര്, സെക്കൻഡ് പോർഷൻ. അതായത് ഫസ്റ്റ് പോർഷനെ പോലെയാണ് ആരും ഇരിക്കുന്നത്, സെക്കൻഡ് പോർഷനും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിഫ്ലക്ഷൻ ത്രൂ ആ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെൻറ്റർ ഓഫ് ഇൻവേർഷൻ എന്നുള്ളതാണ്. ഈ പ്ലെയിനിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കവിടെ 1-2 ടൈപ്പ് പ്ലെയിൻ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഈ സിമട്രി എലമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത് അതായത് റിഫ്ലക്ഷൻ ത്രൂ ആ സെൻറ്റർ, ഒരു സെൻറ്ററിലൂടെയുള്ള റിഫ്ലക്ഷൻ ആണ് എന്ത്, നമ്മുടെ സെൻറ്റർ ഓഫ് അല്ലെങ്കിൽ ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ എത്തിലീനെ എടുക്കുവാണ് കേട്ടോ. ഈ ഒരു മോളിക്കൂളിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഒരു ആരുണ്ട്, ഇതാണ് എൻ്റെ മോളിക്കൂളിൻ്റെ സെൻറ്റർ എന്ന് വെച്ചു.
ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിലോട്ട് പോകുന്നു, അതേ സെയിം ഡിസ്റ്റൻസ് ഞാൻ ഓപ്പോസിറ്റ് ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുകളിലോട്ട് പോയപ്പോൾ എനിക്കിത് ഇവിടെ ഒരു ഹൈഡ്രജനെ കിട്ടി. സെയിം ഡിസ്റ്റൻസ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയപ്പോൾ എനിക്ക് ആരെ കിട്ടിയത്? ഇവിടെയും ഒരു ഹൈഡ്രജനെ കിട്ടി. അതേപോലെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? ഒരു ഹൈഡ്രജനെ കിട്ടി. സെയിം ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് മൂവ് ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? അടുത്തൊരു ഹൈഡ്രജനെ കിട്ടി. അതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിലോട്ട് പോവാണ്. ഇവിടെ എത്തിയപ്പോൾ ആരില്ല? ആരുമില്ല. അതേ സെയിം ഡിസ്റ്റൻസ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തപ്പോൾ താഴെ എത്തിയപ്പോൾ താഴെയും എന്തില്ല? ആരുമില്ല. ഓക്കെ, അപ്പോൾ അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ഈക്വൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം ആളുകളിൽ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിയത് ആ സെൻറ്ററാണ് എന്ത്? നമ്മുടെ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രോപ്പർ ആക്സിസ് ആണ്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി നമ്മളങ്ങനെയൊക്കെ പറയും കേട്ടോ. അതിനെ നമ്മൾ CN എന്നാണ് നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 360/n എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ C2 ആക്സിസ് ആണെന്ന് വെച്ചോ. C2 ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2π എന്ന് വെച്ചാൽ 360 ഡിഗ്രി അല്ലേ. അപ്പോൾ 360/2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 180 ഡിഗ്രിന്ന് കിട്ടും. അതായത് എൻ്റെ കയ്യിലൊരു മോളിക്യൂൾ ഉണ്ട്, ഞാൻ അതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആ ഒരു 180 ഡിഗ്രി റൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? C2 എന്തെന്ന് വിളിക്കുന്നത്? C2 ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് C3 ആക്സിസ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടുത്തെ n എത്രയാണ്? n = 3 ആണ്. അപ്പോൾ ഞാനിനി 360/3 ചെയ്യുമ്പോൾ എനിക്ക് ആരെയാണ് കിട്ടുക? 120 ഡിഗ്രി എന്നാണ് കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മോളിക്യൂളിനെ എടുക്കുന്നു, ഒരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇരിക്കുന്ന അതേ മോളിക്യൂളിനെ പോലെ തന്നെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? C3 ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ അമോണിയ എങ്ങനെയായിരിക്കും? ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ 3 ഹൈഡ്രജൻ എങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പിരമിഡൽ ഷേപ്പ് അറിയാമെന്ന് തന്നെ വിചാരിക്കുവാണ് കേട്ടോ. നമ്മളിൽ അടുപ്പ് കൂട്ടുന്ന പോലെയാണ്. അതായത് ഈ 3 ഹൈഡ്രജൻ്റെയും സെൻറ്ററിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു C3 ആക്സിസിനെ കൺസിഡർ ചെയ്യാം. വേണ്ട, C3 എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു ആക്സിസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ആക്സിസ് വഴി ഇതിപ്പോൾ എൻ്റെ H1, ഇത് എൻ്റെ H2, ഇത് എൻ്റെ H3. ഓക്കെ, ഞാനൊരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ. എന്താ ചെയ്യണേ? ഞാനൊരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുക? പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല. ഇവിടെ ഇരുന്ന H1 എന്ത് ചെയ്യും? ഇവിടെ എത്തും. ഓക്കെ, ഇവിടെ ഇരുന്ന H2 എന്ത് ചെയ്യും? ഇവിടെ എത്തും. ഇവിടെ ഇരുന്ന H3 എന്ത് ചെയ്യും? കറങ്ങി ഇപ്പുറത്തെത്തും. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കി, H1, H2, 3 ഒക്കെ ഞാൻ എഴുതിയതാണ്. ശരിക്കും നമ്മൾ ഒരു അമോണിയ മോളിക്യൂളിനെ എടുത്തൊരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ മനസ്സിലാവൂല? ആദ്യം ഇരുന്ന, ഇനിയിപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ 2ഉം 3നെയൊക്കെ ഞാനങ്ങ് മാച്ചു കേട്ടോ. ഒക്കെ മാച്ചേ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഞാൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയ സ്ട്രക്ചറാണ് ഈ രണ്ടാമത്തെ ആൾ. വല്ല വ്യത്യാസം ഉണ്ടോ? ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ, വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ കിട്ടണം. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ CN ആക്സിസ് അല്ലെങ്കിൽ പ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് SN, അതായത് ഇംപ്രോപ്പർ ആക്സിസ് ആണ്. അതായത് ഇവിടെ 2 പ്രോസസ്സ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആര് കിട്ടുക? ഒരു ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷന് കിട്ടുക. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു റൊട്ടേഷൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്സിസ് വഴി റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ SN ആക്സിസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നമ്മുടെ മോളിക്യൂളിനെ, ഏത് ഒരു സ്ട്രക്ചറോ മോളിക്യൂൾ എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഇപ്പോൾ 180 ഡിഗ്രിയിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ, C2 ആക്സിസ് പോസിബിൾ ആണെങ്കിൽ C2 ആക്സിസ് വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണ്. ആ റൊട്ടേറ്റ് ചെയ്തതിനെ എന്ത് ചെയ്യുവാണ്? ഒരു പ്ലെയിൻ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എടുത്ത മോളിക്യൂളും ഈ റൊട്ടേഷനും റിഫ്ലക്ഷനും കഴിഞ്ഞ് കിട്ടുന്ന മോളിക്യൂളും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ആരുണ്ട്? SN ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ആരുടെ കാര്യം? നമ്മുടെ പ്ലെയിനിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നോർമലി ഉള്ളത് 3 ടൈപ്സ് ഓഫ് പ്ലെയിൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരുണ്ട്? 3 ടൈപ്സ് ഓഫ് പ്ലെയിൻസ് ആണുള്ളത്. ഓക്കെ, നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുവാണ് കേട്ടോ. ഒന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ ഇസ് പ്ലെയിൻ. ഈ പ്ലെയിനെ നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു.
അതിൽ ഫസ്റ്റ് ആളാണ് സിഗ്മ എച്ച്. സിഗ്മ എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ആരാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിന് ആര് കാണും? ഒരു പ്രിൻസിപ്പൽ ആക്സിസ് കാണും അല്ലേ? അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കും. ഇതാരാണ്? പെർപെൻഡിക്കുലർ ടു നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇത് ഫസ്റ്റ് കേട്ടോ, ഇതാണ് നമ്മുടെ 3 ടൈപ്പിൽ ആദ്യത്തെ ആള്. ഇനി രണ്ടാമത്തത് സിഗ്മ വി. ഇതിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയും. ആരാണ്? വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് സിഗ്മ എച്ച് എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആരെ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അതാണ് ആര്? സിഗ്മ വി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മൂന്നാമത്തെ ആളാണ് നമ്മുടെ സിഗ്മ ഡി, അല്ലെങ്കിൽ നമ്മളതിനെ ഡൈഹെഡ്രൽ പ്ലെയിൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡൈഹെഡ്രൽ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡൈഹെഡ്രൽ പ്ലെയിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ സിഗ്മ എച്ച് ഉള്ള ഒരു മോളിക്യൂളിനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കണേ, നമ്മുടെ ഈഥൈനെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഈഥൈനിൻ്റെ എക്ലിപ്സ്ഡ് സ്ട്രക്ചറാണ് കേട്ടോ ഇത്. ഓക്കെ, അതായത് ഈഥൈനകത്ത് 2 കാർബൺ ആറ്റം ഉണ്ട്. ഇത് ഒന്നാമത്തെ കാർബൺ ആറ്റം, ഇത് ബാക്കിലെ കാർബൺ ആറ്റം. ഇവിടെയൊക്കെ 3 ആരുണ്ട്? 3 ഹൈഡ്രജൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ആക്സിസ് എന്ന് വെച്ചാൽ C3 ആക്സിസ് ആണ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിൽ കൂടെ കയറി ഇങ്ങനെ ഇതിൽ കൂടെ തന്നെ പോകും കേട്ടോ. ഇങ്ങനെ പോകുന്ന ഒരു C3 ആക്സിസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ ഈക്വൽ 2 ഹാഫാക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലെയിൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ ഞാനൊരു പ്ലെയിനിനെ കൺസിഡർ ചെയ്താൽ എനിക്ക് 2 ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലേ? ഇത് ഒരു പോർഷനായിട്ടും മറ്റേത് എങ്ങനെയാ? ഓക്കെ, ഇങ്ങനെയായിട്ടും കിട്ടും. ഓക്കെ, അതായത് 2 പോർഷനായിട്ട് കിട്ടും. അതായത് എക്സാക്റ്റ് സെയിം ആയിട്ടുള്ള 2 പോർഷനായിട്ട് കിട്ടും. അപ്പോൾ അതിനർത്ഥം ഈ പ്ലെയിൻ എന്താണ്? ഈ പ്ലെയിൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇതൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം എടുത്ത് C3 ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന പ്ലെയിനാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻ ആരാണ്? സിഗ്മ എച്ച് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി, സിഗ്മ എച്ച്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സിഗ്മ വി. ഈ പ്ലെയിൻ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. കാരണം നമ്മൾ ഇനി പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് ഏത് പ്ലെയിൻ ആണെന്ന് തിരിഞ്ഞാലേ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോളിക്യൂൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ട് എല്ലാ മോളിക്യൂളിൻ്റെയും പ്ലെയിൻ ഓഫ് സിമെട്രി ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റണം എന്നൊന്നുമില്ല. അത് നമ്മളിങ്ങനെ കുറേ മോളിക്യൂളിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലെയിൻ ഓഫ് സിമെട്രിയും ആക്സിസ് ഓഫ് സിമെട്രിയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ സുപ്രഭാതത്തിൽ ഇരുന്ന് ഗ്രൂപ്പ് തിയറി ഫുള്ള് പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നടക്കൂല. ഇപ്പോൾ ഗ്രൂപ്പ് തിയറിയുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, തെറ്റിപ്പോവും. പ്രശ്നമല്ല. പിന്നും കുറേ വർക്കൗട്ട് ചെയ്താലേ, ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി എടുക്കും അല്ലേ? സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ അറിയുന്ന കാര്യം അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും ചിലതൊക്കെ തെറ്റിപ്പോവും. അതെന്താ? നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ ആവും. ഓക്കെ, അതുകൊണ്ട് CSIR എക്സാമിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് എല്ലാം 100% പഠിച്ചിട്ട് പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്നതിന് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് തറവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി റെഡി ആവും. അല്ലാതെ ഒരു സുപ്രഭാതത്തിലിരുന്ന് നമുക്ക് എല്ലാം കൂടെ ഇങ്ങ് ആവാഹിച്ചെടുക്കാനൊന്നും പറ്റൂല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് കഴിഞ്ഞു കേട്ടോ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് സിഗ്മ വിയും സിഗ്മ ഡിയും ഉണ്ട്. അത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.